Hello everyone, Assalamu alaikum and welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അറബിക് ഫലാഫൽ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ആർക്കും പരിചയമില്ലാത്തൊരു അറബിക് ഡിഷ് ഒന്നുമല്ല. മലയാളികളും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഫലാഫൽ. അപ്പോൾ നമുക്ക് സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫലാഫലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളക്കടലയാണ്. വെള്ളക്കടല ഞാനിവിടെ 1 കപ്പാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. മിനിമം ഒരു 8 hours എങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. കുറച്ച് നേരം വെച്ചാൽ പോരാ. കറക്റ്റായിട്ടുള്ള ആ ഒരു ഇതിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ 8 hours എങ്കിലും വെക്കണം. എന്നിട്ട് ഞാനിവിടെ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു വലിയ സവാളയാണ് അരിഞ്ഞിട്ടേക്കണത്. നിങ്ങളുടെ ചെറിയ സവാളയൊക്കെ ആണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് 3 പച്ചമുളകാണ്. ഫലാഫൽ അത്ര സ്പൈസി ഡിഷൊന്നുമല്ല, എന്നാലും നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 5 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ലീവ്സ്. ഞാനിവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ പാസ്ലി ലീവ്സ് എന്ന് പറഞ്ഞൊരു ലീവ്സും ഉണ്ട്, അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പാസ്ലി ലീവ്സ് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. കുഴപ്പമില്ല, അതില്ലാന്ന് വെച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട. മല്ലിയില മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് ഒരേപോലെയൊക്കെ തോന്നും. ഫസ്റ്റിൽ കാണുമ്പോൾ ഒരേപോലെ തോന്നും, പക്ഷേ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. പാസ്ലി ലീവ്സ് ആണെങ്കിൽ സ്മെല്ലും ഒക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. മല്ലിയില നമുക്ക് എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ അത് രണ്ടും നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഏകദേശം രണ്ടും ഒരു കൈപ്പിടി ഉണ്ടാവും. ഏകദേശം രണ്ടും സെയിം അളവിൽ തന്നെ എടുത്താൽ മതി. അതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യുമിൻ സീഡാണ്, ചെറിയ ജീരകം. അതൊരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞൊന്നും പോകരുത്. നമ്മൾ പൾസിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു ടൈപ്പായിട്ട് എടുത്താൽ മതി. ആ ഇലകളൊക്കെ നന്നായിട്ട് ഒന്ന് ക്രഷായി വരണം കേട്ടോ. ഇപ്പം ഞാൻ എല്ലാം അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ, അത് ഓരോരുത്തരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ തന്നെ ഇടണം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫലാഫലിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ബോൾ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ സാധാരണ ഷോപ്പിലെല്ലാം കണ്ടുവരുന്നത് ഒരു ഇങ്ങനെ ബോളാക്കിയിട്ട് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഫലാഫൽ മിക്ക ഷോപ്പുകളിൽ നിന്നും കിട്ടാറ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇത് ഫുള്ളായിട്ടും ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. കണ്ടില്ലേ, ഞാനിപ്പോൾ ഫുള്ള് ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ട് ചൂടായൊരു ഓയിലിലേക്ക് നമുക്ക് ഈ ഫലാഫലിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറമൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായൊക്കെ വരും, പക്ഷെ നമുക്ക് ഉള്ളങ്ങനെ വെന്ത് കിട്ടൂല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പയ്യെ ബ്രൗൺ കളറായും കിട്ടും, ഉള്ളു നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഇത് കടലയല്ലേ, കടലയാവുമ്പോൾ അതൊന്ന് കുക്കാവാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു കളറൊക്കെ ആവുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്.
ഇങ്ങനെ നമുക്ക് എല്ലാം ഫ്രൈ ആക്കി എടുക്കാം. ഇത് നല്ല ചൂട്ടോടെ സെർവ് ചെയ്യണേലും കുറച്ച് നല്ലത് ഒന്ന് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യണതാണ്. നല്ല ചൂട്ടോടെ സെർവ് ചെയ്യുമ്പോൾ പുറമേ ഇങ്ങനെ നല്ല ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതിലും കുറച്ചും കൂടെ നല്ലത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. കണ്ടില്ലേ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കമൻസിലൂടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.